വാ, പേരക്കൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ് മച്ചാനെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്ത് ചാമ്പയാണ് ഏട്ടാ? ആപ്പിൾ ചാമ്പ. ആപ്പിൾ ചാമ്പ അല്ലേ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്ത് കുരുമുളകാണ് ഏട്ടാ? ബുഷ് പേപ്പർ എന്ന് പറയുന്ന കരിമുണ്ട പന്നീര് നല്ല ബ്രീഡ് ചെയ്ത് നല്ല ബ്രീഡ് ചെയ്ത് അല്ലേ? നല്ല സൈസും ഉണ്ടല്ലോ. നിറച്ച് കഴിച്ചേക്കും അല്ലേ? നിർമ്മച്ചനെ എന്തോ കഴിക്കുന്നേ? എന്റെ പൊന്നു മച്ചാനാണ്ട് ഹരിത നേഴ്സറി, നമ്മുടെ ശാസ്താംകോട്ട കരുനാപ്പള്ളി റോഡ്. നോക്കിയേ, ബോഗൻ വില്ലയുടെ വൺ ഷെയ്ഡ് ഞാൻ കണ്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ. ഇത് എന്ത് കളറാണ് അല്ലേ? മൾട്ടി കളറാണ് ബ്രോ. 6 ഷെയ്ഡ്സ് ആണ്. ഒരു രക്ഷയില്ല. അവിടെ ആണ്ട് കിടക്കുകയാണ് കേട്ടാ. അടുത്ത് നോക്കിയേ, ഇപ്പൊ അടുത്ത് കാണാം. എന്തോരം കളറാ അല്ലേ? ഒരുപാട് ഷെയ്ഡ്സ് ആണ് ബ്രോ. ഇതിന്റെ അകത്തൊക്കെ എത്ര ഷെയ്ഡ്സ് ആണ് വരുന്നത് നോക്കിയേ. ഇത് എത്ര കളറാണ്? ഒരുപാട് 6ഉം 8ഉം വെറൈറ്റീസ് ആണ് കേട്ടോ. എന്റെ ദൈവമേ, ഇത് എന്തൊരു കളറാണ് അച്ഛനെ? ഇതാണ് ഫ്ലെയിം റെഡ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ് കേട്ടോ. ഈ വർഷം വന്ന സാധനം. അതെ അതെ അതെ. ഒരു രക്ഷയില്ല. എന്ത് കളറാണല്ലേ? അതെ 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 അതെ. ഫ്ലെയിം റെഡ് മാത്രമല്ല, ദേ കിടക്കുന്ന നമ്മുടെ റൂബി റെഡ് എന്ന് പറഞ്ഞ കളർ. എന്ത് കളറാണ് നോക്കിയേ. ഒരു രക്ഷയില്ല അല്ലേ? എടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ തിരുവനന്തപുരത്ത് കണിയാപുരത്തുള്ള സെന്റർ തന്നെയാണോ ഇതും? ഹരിതാപുരത്തുണ്ട്. നമുക്ക് അവിടെ തന്നെ വെട്രോഡുണ്ട്, കിഴക്കോട്ടുണ്ട്, ചിറയങ്കിയുണ്ട്. അവിടെ തന്നെ 5 ബ്രാഞ്ച് സെന്റർ ആണല്ലേ? ഇത് നമ്മുടെ ഏരിയ, നമ്മളെ ജനിച്ച സ്ഥലം. നല്ല ഏക്കർ കണക്കിന് കിടക്കാണല്ലോ സ്ഥലം. ഇപ്പൊ 2 ഏക്കർ ഉണ്ട്. പിന്നെ അപ്പുറത്ത് നമുക്ക് 2 ഏക്കർ പ്രൊഡക്ഷനും ഉണ്ട്. 4 ഏക്കർ സ്ഥലം. 4 ഏക്കർ സ്ഥലത്താണ് അല്ലേ? അത്തിക്ക് ഞാൻ അങ്ങനെ വണ്ടി നിർത്തി കേട്ടോ. എന്നാ കളക്ഷൻസ് ആണ് ഇത്. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ടാലോ? കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റൂട്ടിൽ ICS ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഓ ശരി ശരി. ട്രെൻഡിങ് ബോഗൻവില്ലയാണ് അല്ലേ? ഇഷ്ടംപോലെ കളക്ഷൻസ് ആണല്ലോ. പ്രൊഡക്ഷൻ സൈറ്റ് നോക്കിയാലും 30,000 ചെടി പ്രൊഡക്ഷൻ കിടപ്പുണ്ട്. ഒരു പാടം പോലെ കിടപ്പുണ്ട്. നമ്മൾ കക്കാക്കുന്നിലായാലും പിന്നെ ഇപ്പൊ നമ്മള് പുതിയ വെറൈറ്റി ഇറങ്ങി മൾട്ടി ആയാലും റൂബി റെഡ്, ഫൈറോപ്പാല്, ഹവായി വൈറ്റ്, ഏതും അവൈലബിൾ. ഒരു 65 വെറൈറ്റി ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വെച്ചാൽ നമ്മളെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 90% ഓൺ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ ആ റേറ്റിന് കൊടുക്കാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഹോൾസെയിൽ ആക്കി തന്നെ കൊടുക്കാം. റീറ്റെയിലാണ് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം റേറ്റ് താത്തെടുക്കാവുന്നതാണ് ഏറ്റവും വലിയ ഇത്. ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ പിന്നെ നമുക്ക് ഈ സ്ഥല പരിമിതി ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ. പരിമിതി ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വീപ്പയ്ക്കകത്ത് വെച്ച് കായ്ച്ച ഫ്രൂട്ട്സുകൾ. അത് മുസംബി ആയാലും ഓറഞ്ച് ആയാലും അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അബ്യു, മുസംബി, ഇതേപോലെ സപ്പോട്ട, ഇഷ്ടം പോലെ വീപ്പയ്ക്കകത്ത് തന്നെ ഒരു 1000-1500 ചെടി ഓളം നമുക്ക് കളക്ഷൻസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കായ്ച്ചിരിക്കുകയാണ് അല്ലേ? ഓ, ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. അതുപോലെ വലിയ പോട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ അല്ല, ഇത് നമ്മുടെ വീപ്പയാണ്. വീപ്പയ്ക്കകത്ത് നമുക്ക് സ്ഥല പരിമിതി ഉള്ളവർക്ക് ഫ്രൂട്ട്സുകൾ വെക്കാൻ വേണ്ടി വീപ്പയാണ്. ഇവിടെ വരുമ്പോഴേ ഫുൾ ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ പോട്ടുകളാണ് കാണുന്നത്. നോക്കി, സാധാരണ പലയിടത്തും ലോക്കൽ അല്ലേ? ഇതാകുമ്പോ നമുക്ക് ബ്രാൻഡഡ് ആണ്. ഇത് സാധനം ഫാമിലി പ്ലാസ്റ്റിക് കുറെ വർഷം ഇരിക്കും. അപ്പൊ നമ്മൾ ബ്രാൻഡഡ് സാധനം ചെയ്യുന്നത്. നിങ്ങളുടെ ജെന്യൂനിറ്റി ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതെ, മനസ്സിലായല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇത് തന്നെ ബോൺസായി പ്ലാന്റ് ആണ്. ഫൈക്കസിന്റെ നമ്മൾ ആലിന്റെ ഒരു വെറൈറ്റി ഫൈക്കസ്. അത് ബോൺസായി ചെയ്തെടുത്ത് ബോൾ ഷേപ്പിൽ വെച്ചിട്ട് ഇതിന്റെ ശേഖരമുണ്ട് അല്ലേ? ഇഷ്ടം പോലെ ശേഖരമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടെർമിനാൽ, ഈ നിൽക്കുന്ന വലിയ വൈറ്റ് ഒക്കെ ടെർമിനാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ? അങ്ങോട്ട് നോക്കി ജസ്റ്റ് നോക്കിയാണ്ട് ടെർമിനാലി ഉണ്ടായി. നല്ല പ്ലാന്റുകളാണ്. ചാമ്പ ഇല്ലയോ? ഇതെന്ത് ചാമ്പയാണ് ഏട്ടാ? ആപ്പിൾ ചാമ്പ. ആപ്പിൾ ചാമ്പ അല്ലേ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കസ്റ്റമറിന് ഇപ്പൊ കൊടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഇങ്ങനെ കാഴ്ച സാധനം ലൈവ് ആ സാധനം വേണ്ടല്ലേ? പെട്ടെന്ന് കാഴ്ച ഒന്നേ കിട്ടണം. അതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ്. നിറഞ്ഞു നിൽക്കുകയാണല്ലോ അല്ലേ? അയ്യോടാ, ഇതിങ്ങനെ എല്ലാ സീസണിലും ഇതുപോലെ സീസൺ ഉണ്ടാവും അല്ലേ? ഇതിന്റെ അപ്പം വെറൈറ്റീസ് വേറെ കേട്ടാ? വേറെ 3 ഐറ്റങ്ങൾ വേറെ പല കളറുള്ള. നിങ്ങൾക്ക് ഇത് എങ്ങനെ വെറുത്താവും കേട്ടോ? ഈ ഫാമിലി പ്ലാസ്റ്റിക് നല്ല വിലയുള്ളതല്ലേ? ഇത് എത്ര വർഷം വേണം നിൽക്കുകയും ചെയ്യും അല്ലേ? ഓ ശരി ശരി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാമിലി പ്ലാസ്റ്റിക് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? 8 വർഷം 10 വർഷം മൊത്തം ആയി വരുന്ന എല്ലാം എടുത്തോണ്ട് പോകും അല്ലേ? ഇത് ഏട്ടാ മൂട്ടിൽ തന്നെ ഇങ്ങനെ വിളഞ്ഞിരിക്കുകയാണല്ലോ. ഇവിടെ കാണുന്ന കാഴ്ച രസമാണ് കേട്ടോ. അത് മാത്രമല്ല, ഇവരുടെ ടാഗ് കണ്ടോ? എല്ലാ ഫ്രൂട്ട്സിലും അവര് ടാഗ്. അതാണ് ഇവരുടെ ഒരു ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ L14 എന്ത് ഐറ്റം ആണ് കേട്ടോ? L49 I7. ഇന്നത്തെ കാലത്ത് ഒരുപാട് വ്യാജം ഇറങ്ങുന്നുണ്ടല്ലോ. ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറുതിൽ ഇത്രയും കാഴ്ച കിടക്കുകയാണ്. പിന്നെ ഇത് വിയറ്റ്നാം എയർലി ജാക്ക് എന്ന് പറയുന്ന സൂപ്പർ എയർലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. എല്ലാ സീസണിലും കായ്ക്കും. കായ്ക്കും. നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റിനെക്കാട്ടി നല്ലതെന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല്ലാണ്. നമ്മൾ പഴുക്കുന്ന സാധനം റൂമിലൊക്കെ വെച്ചാൽ വീട് ഫുള്ള് നല്ല ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയാണല്ലോ. അതുപോലെ നല്ലൊരു സ്റ്റേ കൊടുത്ത് ചെയ്യാനും പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഫോട്ടോ കാണുന്ന ഇഷ്ടം പോലെ കായ്ക്കും. അടുത്ത ഇതെന്ന് വെച്ചാൽ ജാക്ക് സൂര്യ റെഡ് എന്ന് പറയും. അത് പക്ഷെ ഇയാൾ 3 വർഷം എടുക്കും കായ്ക്കാൻ.
ട്രെൻഡിങ് അല്ലേ ചേട്ടാ? പക്ഷെ ഇയാൾ 3 വർഷം എടുക്കുന്നുള്ളൂ കായ്ക്ക്. പക്ഷെ കായ്ച്ചു കഴിഞ്ഞാൽ അസാധ്യ ചക്കയും നല്ല ബ്ലഡിന്റെ കളർ ചുളയും. ഓ, രക്തകളറാണ്. മാത്രമല്ലേ ഫ്രൂട്ട്സിന്റെ തന്നെ ഒരു വൻ ശേഖരമാണ് അല്ലേ? ഫ്രൂട്ട്സ് നമ്മൾ 1.5 ഏക്കറിനകത്ത് ഫ്രൂട്ട്സ് മാത്രമുണ്ട്. പ്ലാന്റ് ഈ 21 കവറിനകത്ത് ഇപ്പൊ കോട്ടുകോണം മാവ്, കലപ്പാടി, പ്ലാവ്, അബി എന്ന് വേണ്ട അച്ചാച്ചെറു എന്നുൾപ്പെടെ വിദേശ ഫ്രൂട്ടുകളും നമ്മുടെ നാടൻ ഫ്രൂട്ടുകളും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അല്ലേ? എല്ലാ വെറൈറ്റി. തെങ്ങ് തന്നെ ഒരു 10-15 വെറൈറ്റി. ഗംഗാബോണ്ടമുണ്ട്. ഇതും അസാധ്യമാണ് കേട്ടോ. മഞ്ഞ ചില്ലിയല്ലോ ഡാർക്ക് കാണിക്കും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കവുങ്ങ് അതിന്റെ ഒത്തിരി ഉണ്ടല്ലോ കേട്ടോ. ഇത് ട്രെൻഡിങ് ആണ് അല്ലേ? ഹീരഹള്ളി എന്ന് പറയുന്ന ഒരു സാധനം ഈ പരുവത്തിലേക്ക് ആയി. കായുള്ള നമ്മുടെ അടുത്ത് പോയി. ഇൻഡോറും ഔട്ട്ഡോറും ആണ് അല്ലേ? ഇൻഡോർ ഔട്ട്ഡോർ ആണ്. ഈരാള്ളി കവുങ്ങ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിനകത്ത് കണ്ട മഴ വന്നിട്ടുണ്ട്. ഇത് കായ, ഇത് പൂവാ തുടങ്ങുന്നത്. നമ്മൾ പൂവാകാൻ വേണ്ടിയിട്ടാണ് ഈ മഴ വരുന്നത്. കായാണ്. കായുള്ള ഓരോരുത്തരും എടുത്തു പോയി. ഇത് നമ്മുടെ ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ തന്നെ ഇൻഡോർ ഇത് തന്നെ വെച്ചു കൊടുത്തു. എണ്ണ കൊടുത്തത് ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ആയിട്ട് കൊടുത്തത്. ഇതാണ് അബിയു ഇല്ലേ? ഇത് നമുക്ക് 450 ഗ്രാം വരെ. ഓ ശരി ശരി, 450 ഗ്രാം വരെ. ഇതാണ് അബിയു കേട്ടോ. 450 ഗ്രാമോളം വരും. അത് കരിക്കിന്റെ ടേസ്റ്റ് ആണ് ഇത് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടുള്ള ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു യെല്ലോ കളർ വരും, ഒരു ലെമൺ യെല്ലോ കളർ വരും. നിറഞ്ഞു നടക്കുകയാണ് കേട്ടോ. ഇതെന്ത് കുരുമുളകാണ് കേട്ടോ? ബുഷ് പേപ്പർ എന്ന് പറയുന്ന കരിമുണ്ട പന്നിവരെ നല്ല ബ്രീഡ് ചെയ്ത് അല്ലേ? നല്ല സൈസും ഉണ്ടല്ലോ. സൈസും നിറച്ച് കഴിച്ചേക്കും അല്ലേ? ഓ ശരി ശരി. ഒരു ഗാർഡൻ ആവശ്യമായ എന്ത് സാധനങ്ങളും നമ്മുടെ നഴ്സറിന്റെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇൻഡോറിന്റെ ഒരു അസാധ്യ കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല രസമാണ്. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റിന്റെ പേരും കാര്യങ്ങളും അറിയെങ്കിൽ ഉറപ്പായിട്ട് എന്തായാലും ചാനലിനകത്ത് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ മച്ചമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള മനോഹരമായ വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ടും വന്നിരിക്കും.